ഹലോ, ഐ എം എ CMA സ്റ്റുഡൻറ്റ്. അപ്പോൾ CMA ഗ്രൂപ്പ് 1 എക്സാമൊക്കെ ജൂണിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രൂപ്പ് 2 ആണുള്ളത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ടിട്ട് ഗ്രൂപ്പ് 2 പഠിച്ച് തുടങ്ങാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് നോക്കണം. അപ്പോൾ ഞാനിന്ന് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ സിലബസ് ഒന്ന് എഴുതി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്രൂപ്പ് 2 പേപ്പർ 9 ആയിട്ടുള്ള ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പറഞ്ഞാൽ രണ്ടും ഒരു ബുക്കിലാണ് വരുന്നത്. ഒരു പേപ്പറാണ്, ബട്ട് അത് രണ്ട് സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൻ്റെ ചാപ്റ്റേഴ്സും എത്രയൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഓരോന്നും ഏതാണെന്നൊക്കെയാണ് ഞാൻ എഴുതി വെക്കുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് സിലബസ് എന്താണെന്ന് അറിയണം. എന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. എത്ര ചാപ്റ്റേഴ്സ് എത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ സിലബസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാനിന്ന് ആദ്യം സിലബസ് നോക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഇന്നൊരു പേപ്പറിൻ്റെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള പേപ്പേഴ്സ് കൂടി നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 2 സെക്ഷനായിട്ട് ചാപ്റ്റേഴ്സ് തരംതിരിച്ച് എഴുതിയിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് വരുന്നത്. ഒരു പേപ്പർ ആണെങ്കിൽ പോലും 2 സെക്ഷൻ പോലെയാണ് ഇത് വരുന്നത്. ഒരെണ്ണം സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ഒരെണ്ണം ഓപ്പറേഷണൽ മാനേജ്മെൻറ്റും. അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മുടെ ചാപ്റ്റേഴ്സ് എഴുതി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ പേപ്പറിൻ്റെ സിലബസ് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി വെറുതെ ഒന്ന് ഞാൻ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി. നല്ല കട്ടിയൊക്കെ ഉണ്ട്. അത്രയും നമ്മൾ പഠിക്കാനുള്ളതാണ്. എന്നെപ്പോലെ CMA ആസ്പിറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും പറയുക. വേറെ ഏതെങ്കിലും ടൈപ്പ് വീഡിയോസ് ചെയ്യണമെങ്കിൽ അതൊക്കെ സജഷൻസ് പറയുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.